വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ നേരെ വാർത്തയിലേക്ക് പോയാൽ ഇവിടെ എന്താണ് കഴിഞ്ഞ കുറേ നാളുകളായി, ഒരുപക്ഷെ പതിറ്റാണ്ടുകളായി ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഒന്നും ഇല്ലാത്തൊരു ജനത നമുക്കുണ്ട്. ദുരിതം തീരാത്ത വയനാടൻ ജനത. കാടിറങ്ങുന്ന വന്യതയിൽ പ്രതിഷേധം പുകയുന്നതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധി 7:45 ചാലിഗദ്ദയിലെത്തി. ബേലൂർ മഖനെ എന്ന കൊലയാളി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത്. എങ്ങനെയാണ് നമ്മള് വീട്ടിൽ തന്നെയാണല്ലേ? ഞാൻ രാഹുൽ ഗാന്ധിനോട് അന്ന് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു, എനിക്ക് ആ സോൻശേച്ചിക്ക് പറ്റിയാണെങ്കിൽ ഇനി ആർക്കും വരല്ലെന്നും കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എന്നാ സഹായം വേണേ നമുക്ക് സഹായം വേണേ ചെയ്തു തരാമെന്നും പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച PV പോളിന്റെ പാക്കത്തെ വീട്ടിലും ആശ്വാസവുമായി രാഹുലെത്തി. ചികിത്സിക്കുന്നതിൽ വീഴ്ചയെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. വീടിന്റെ കാര്യം, കൊച്ചിന്റെ വിദ്യാഭ്യാസം, ഈ കുടുംബത്തെ ചെലവല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ്. ഇപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോകണം മുന്നോട്ട് പോകാം. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിൽ അലഹബാദിലേക്ക് പോയി. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെയാണ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുള്ള രാഹുലിന്റെ മണ്ഡല സന്ദർശനം. 24 വയനാട്. രഘുനന്ദനം പറയുകയാണ്, നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് രമ്യമായി പരിഹരിക്കാൻ ആ പ്രദേശത്തെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സത്യസന്ധമായ ഇടപെടൽ ഉണ്ടാവണം, അനിവാര്യമാണ്, ഒരു തർക്കക്കാര്യത്തിലില്ല. എന്തായാലും വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി MP യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാരമായി സ്വന്തം മണ്ഡലത്തിൽ പോകുന്നതിന് പകരം രാഹുൽ ഗാന്ധി സജീവമായി ഇടപെടണം എന്ന് V മുരളീധരൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ, DFO, SP തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് നീണ്ടുപോകുന്നത് ഗൗരവകരമാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീണ്ടും ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് നടപ്പാക്കുന്നതിനുള്ള സമ്മർദ്ദം കേരള സർക്കാരിന്മേൽ ചെലുത്താൻ MP-ക്ക് കഴിയണമെന്ന് V മുരളീധരൻ പറഞ്ഞു. നമ്മുടെ വയനാട് MP ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം? ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു MP നോക്കേണ്ടത്. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ പുലർച്ചെ റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, MLA-മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. ഷെരീഫ് ചോദിക്കുകയാണ്, ഇവിടെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അപാകതകളെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ 24 തയ്യാറാകാം. വനം കയ്യേറ്റത്തെക്കുറിച്ചും വനജീവികൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചും കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വനജീവികൾ നേരിടുന്ന പ്രശ്നമാണോ അതോ മരിച്ചുവരുന്ന മനുഷ്യൻ നേരിടുന്ന പ്രശ്നമാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. വന്യജീവി ശല്യത്തിൽ ജനരോഷം രൂക്ഷമായ വയനാട് സന്ദർശിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ വയനാട്ടിലെത്തും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും അജീഷിന്റെയും കുടുംബാംഗങ്ങളെ കാണും. വിവരങ്ങളുമായി രാഹുൽ സുരേഷ്. രാഹുൽ, മാനന്തവാടി ബിഷപ്പുമായി കൂടിക്കാഴ്ച കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, വിമാനമാർഗം എത്തുന്ന ഗവർണർ ഇന്ന് രാത്രിയോടുകൂടി മാനന്തവാടിയിലായിരിക്കും ആദ്യം എത്തുക. അതിനുശേഷം നാളെയായിരിക്കും വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. രാവിലെ 9:30 ആദ്യം കാട്ടാനാക്രമണത്തിൽ മരിച്ച അജീഷിന്റെ പടമലത്തെ വീട്ടിലെത്തി സന്ദർശനം നടത്തും. കുടുംബാംഗങ്ങളുമായും ഒപ്പം തന്നെ നാട്ടുകാരുമായും ആദ്യം പടമലയിലായിരിക്കും സന്ദർശനം നടത്തുക. അതിനുശേഷമായിരിക്കും ഏറ്റവും ഒടുവിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച പോളിന്റെ വീട്ടിൽ, അതായത് കുറുവയിലെ പോളിന്റെ വീട്ടിൽ എത്തുക. ഏതാണ്ട് 10:15 പോളിന്റെ വീട്ടിൽ
വീട്ടിലെത്തിയ ശേഷം കുടുംബാംഗങ്ങളും നാട്ടുകാരുമായി സംവദിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരിക്കും മാനന്തവാടി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുക. നിലവിൽ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിലെ ജനങ്ങളെല്ലാം തന്നെ പ്രതിഷേധത്തിലാണ്. അതോടൊപ്പം ബിഷപ്പും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഈ സന്ദർശനവും നിർണായകമാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലവിൽ വയനാട്ടിൽ എത്താത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനം കൂടി നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഗവർണർ വയനാട്ടിലെത്തി ജനങ്ങളുമായി സംവദിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഒരു സംഭവം കൂടിയാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാടും ഏറെ നിർണായകവുമാണ്. ഹാഷ്മി. യെസ്, രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗവർണർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ചില പ്രതികരണങ്ങൾ ഇന്ന് തന്നെ ഗവർണർ നടത്തുന്നുണ്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഉള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നാളെയും പ്രതീക്ഷിക്കണം. ലില്ലി ചോളിൽ പറയുന്നു, സാന്ത്വന വാക്കുകൾക്കൊരു ശക്തിയുണ്ട്, രാഹുലിൻ്റെ സന്ദർശനം എന്തെങ്കിലും പ്രയോജനമുണ്ടാകട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്നവരെ ഒന്ന് ചേർത്ത് നിർത്തൽ അവർക്ക് വലിയ ശക്തി നൽകുന്നതാണ്. 100% ശരിയാണ് ലില്ലി പറഞ്ഞത്. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം. ആശ്രമക്കൊല്ലിയിൽ വീട്ടുവളപ്പിലെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെ കടുവ കൊന്നു. ഇന്നലെ കാളക്കുട്ടിയെ കൊലപ്പെടുത്തിയ അതേ പ്രദേശത്താണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ആശ്രമക്കൊല്ലി ഐക്കരക്കുടി എൽദോസിന്റെ വീട്ടുവളപ്പിൽ ഇന്നലെ രാത്രിയോടെയാണ് കടുവ എത്തിയത്. 11 മണിയോടെ പശുവിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ തൊഴുത്തിലെത്തിയപ്പോഴാണ് കടുവയെ കണ്ടത്. പശുക്കിടാവിനെ കടിച്ചെടുത്ത് കടുവ പുറത്തേക്ക് ചാടി. 11 മണി 11:30 കൂടി കടുവ വന്ന് ഒച്ച കെട്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും കടുവ അങ്ങോട്ട് ഓടി കിടാവിനെ പിടിച്ചോണ്ടാണ് ഓടിയത്. എടുത്തുകൊണ്ട് താഴെട്ടിട്ടു. ലേറ്റിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിയപ്പോഴേക്കും കടുവ പോയി. പിന്നെ രാത്രി ഫോറസ്റ്റുകാർ ഇവിടെ നിന്നു. വീട്ടുകാരെ കണ്ടതോടെ കടുവ പശുക്കിടാവിനെ ഉപേക്ഷിച്ച് സമീപത്തെ പറമ്പിലേക്ക് രക്ഷപ്പെട്ടു. സംഭവം അറിയിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴുള്ള പ്രതികരണം ഇങ്ങനെ. വൈകുന്നേരം 4 മണിയായപ്പം കടുവയെ കണ്ടു. ഫോറസ്റ്റുകാരെ വിളിച്ചു, എടുത്തിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വധഭീഷണിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന്. പോലീസിനെ വിളിച്ചു, അവരും വന്നിട്ടില്ല. പിന്നെ 112 വിളിച്ചു. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് GD കണ്ടിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും വന്നിട്ടില്ല. വനം വകുപ്പിന് നിസ്സഹായത വനം വകുപ്പ് വാച്ചർ പറയും. നമുക്ക് ഇപ്പം വേറെ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ കൂടെ ആയുധങ്ങളൊന്നുമില്ല, അങ്ങനെയാണ് നമ്മുടെ പോകുന്നത്. കടുവയെ കണ്ട് രാത്രി 8:30യോടെ ബൈക്ക് യാത്രികനും മറിഞ്ഞു വീണിരുന്നു. ഇയാളെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് നിന്ന് കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. 24 വയനാട്. പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ 4ാമത്തെ കൂടും സ്ഥാപിച്ചു. 56 ഐക്കരപ്പടിയിൽ എൽദോസിന്റെ പറമ്പിലാണ് കൂട്. ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പറമ്പിലാണ് കൂട് വെച്ചത്. നേരത്തെ താന്നി തെരുവിലും സുരഭിക്കവലയിലും കൂടുകൾ സ്ഥാപിച്ചിരുന്നു. വിവരങ്ങളുമായി സുർജിത്ത്, ആ കൂട്ടിലെങ്കിലും കടുവ കയറും എന്ന പ്രതീക്ഷ വെക്കണോ? 4ാമത്തെ കൂടാണ് ഹാഷ്മി. കയറുമോ എന്ന് കണ്ടറിയണം. കാരണം ഇന്നലെ ഐക്കരക്കുടിയിൽ എൽദോസിൻ്റെ വീട്ടിലെ അതേ പശുക്കുട്ടിയെ തന്നെയാണ് ഏറെയായി കൂട്ടിൽ വെച്ചിട്ടുള്ളത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ താന്നിത്തെരുവിലും സുരഭിക്കവലയിലും ഉൾപ്പെടെ ഇതുപോലെ തന്നെ ഈ മൃഗം, അതായത് ഈ കടുവ എത്തി ഈ കന്നുകാലികളെ കൊന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചാണ് കൂട് സ്ഥാപിച്ചത്. പക്ഷേ കടുവ കൂട്ടിൽ കയറുന്നില്ല. പല ഘട്ടങ്ങളിലും ആളുകൾക്ക് മുന്നിലേക്ക് കടുവ എത്തുന്നു. കടുവ അങ്ങനെ കടന്നു പോകുന്ന, ജീവൻ തലനാരിഴക്കി രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ആ മേഖലയിൽ തന്നെ, അതായത് ഈ 56 എന്ന് പറയുന്ന മേഖലയിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ കടുവയുടെ മുന്നിൽപ്പെട്ടതാണ്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഈ കടുവ വലിയ അലോസരം പുൽപ്പള്ളി, മുള്ളംകൊല്ലി ഉൾപ്പെടെയുള്ള മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഈ താന്നിത്തെരുവിൽ മാത്രമല്ല പലയിടങ്ങളിലും, സുരഭിക്കവല, താന്നിത്തെരുവ്, അതോടൊപ്പം തന്നെ പാടിച്ചിറ, മുള്ളംകൊല്ലി അടക്കമുള്ള ആ മേഖലയിൽ ഈ കടുവ നിരന്തരം അലോസരം സൃഷ്ടിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെയാണ് ഇന്നലത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാനുള്ള കാരണം, പ്രതിഷേധം ശക്തമാവാനുള്ള കാരണവും ഈ ഒരു വിഷയം തന്നെയാണ്. എന്തായാലും നിലവിൽ 4ാമത്തെ കൂട് സ്ഥാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അതിനകത്ത് കുടുങ്ങുമോ എന്നുള്ള പ്രതീക്ഷ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടുകാരും ഇതിനെ പിടികൂടണം, ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുള്ളതാണ്. അത് CCF അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ കടുവയെ, ഇത് ജീവഹാനി ഉണ്ടാക്കുന്ന കടുവയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് വെടിവെച്ച് കൊല്ലണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നു. പക്ഷേ നിയമപരമായി അത് നിയമം അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് കൃത്യമായി കേന്ദ്ര നിയമത്തിൽ തന്നെ, അതായത് ഈ കടുവ സംരക്ഷണ നിയമത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ വേണ്ടിവരും. അങ്ങനത്തെ ഒരു സ്ഥിതി കൂടിയുണ്ട്. എന്തായാലും പ്രതീക്ഷയുണ്ട് ആളുകൾക്ക്, വനം വകുപ്പിന് കടുവ ഇനിയെങ്കിലും കൂട്ടിൽ വീഴുമെന്ന്. ഹാഷ്മി.
ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് നാലാമത് വെച്ച് കൂടിൻ്റെ വിവരങ്ങൾ നൽകിയത്. അവിടെ നാലാമത് കൂട് വെക്കുന്നു. ബേലൂർ മക്കന എന്നൊരു കൊമ്പനെ പിടികൂടാൻ പഠിച്ച പണി 18 നോക്കുന്നു. 8-ാം ദിവസവും 250 അംഗ സംഘം ബേലൂർ മക്കനയ്ക്ക് പിന്നാലെയാണ്. അപ്പോൾ അതങ്ങനെ നടക്കുകയാണ്, അതിനുള്ള പരിശ്രമങ്ങൾ. അതാ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ എന്തായിരുന്നു നാട്ടിലെ വന്യജീവി ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണമാണ് പറയേണ്ടത് എന്ന് പറയുകയാണ്. അതിൻ്റെ പ്രഥമ കാരണമായി പറയുന്നത് കാട്ടിൽ വന്യജീവികൾ വല്ലാതെ പെരുകുന്നു എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. അത് സ്വാഭാവികമായും കാടിൻ്റെ കപ്പാസിറ്റിക്കും അപ്പുറത്തേക്ക് അത് പെരുകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ കർഷക സംഘടനകൾ അതിൻ്റെ ചില കണക്കുകളൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. കണക്കുകൾ ഒരു പരിധിവരെ ശരിയാണ്. കാട്ടുപോത്താവട്ടെ, കാട്ടാനയാവട്ടെ, കാട്ടുപന്നിയാവട്ടെ, ഈ പറഞ്ഞ കടുവയാവട്ടെ, എണ്ണത്തിൽ വലിയ വർധനമുണ്ട് എന്നത് സത്യമാണ്. പുൽപ്പള്ളിയിലെ പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ശക്തമായ നടപടിക്ക് പോലീസ്. അക്രമങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്നാണ് സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 5 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ജനകീയ പ്രതിഷേധം സ്വാഭാവികമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വനം വകുപ്പിന്റെ ജീപ്പ് തകർത്തതിലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ആക്രമിച്ചതിലും ഉൾപ്പെടെയാണ് പുൽപ്പള്ളി പോലീസ് കേസെടുത്തത്. മൃതദേഹം തടഞ്ഞുവെച്ചതും പോലീസുകാരെ കല്ലെറിഞ്ഞതും ജനപ്രതിനിധികളെ ആക്രമിക്കാൻ ശ്രമിച്ചതുമടക്കം 5 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. പോൾ മരിച്ചതിനു ശേഷം പ്രചരിച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം സ്വാഭാവികം എന്നായിരുന്നു വനം മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുമ്പോൾ കേസെടുക്കുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത രംഗത്തെത്തി. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി. 24 വയനാട്. അതിനിടയിലാണ് പാലക്കാട് ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയ നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഇതേ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. വനം വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. പശുവിനെ കാണാത്തതിനെ തുടർന്ന് മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീൻ നടത്തിയ പരിശോധനയിൽ തോട്ടിൻകരയിൽ പുലി പശുവിനെ ഭക്ഷിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത്. ഷംസുദ്ദീനെ കണ്ടതോടെ പുലി പശുവിനെ ഉപേക്ഷിച്ച് മറഞ്ഞു. നേരത്തെ ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. അന്ന് മേഖലയിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ പുലി പിടിയിലാകുമായിരുന്നു എന്ന് ഷംസുദ്ദീൻ പറയുന്നു. കഴിഞ്ഞ 1 മാസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന് പട്ടിയെ പിടിച്ചിട്ട് പോയി പുലി. എന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ RRTയെ വിളിച്ച് അറിയിച്ചു. അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട് വയ്ക്കാന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അന്ന് ഈ കൂട് ഇവർ അനാസ്ഥ കാണിക്കാതെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചാണെങ്കിലൊന്നും ഇത് സംഭവിക്കില്ലായിരുന്നു. കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ധോണിയിൽ പുലിയുടെ സാന്നിധ്യം കൂടി നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനം വകുപ്പിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വനത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന മൂടിക്കും സൗകര്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ടെന്നിരിക്കെ വന്യമൃഗങ്ങളെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പ് RRT സംഘങ്ങൾ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനം. 24 പാലക്കാട്. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മക്കനെ മയക്കൂടി വെക്കാനുള്ള ദൗത്യം 8-ാം ദിവസമാണ്. ഇന്ന് രാവിലെ ബാവലി വനത്തിൽ നിന്നും നാഗർഹോള വനമേഖലയിലേക്ക് നീങ്ങിയ ആന നിലവിൽ മസാലക്കുന്ന് ഭാഗത്താണ്. മൈസൂർ മാനന്തവാടി ദേശീയപാതയിൽ 1 കിലോമീറ്റർ അകലെയാണ് ആന. കർണാടക വനമേഖല ആയതിനാൽ കർണാടക വനം വകുപ്പിന്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നുള്ള 25-അംഗ ടാസ്ക് ഫോഴ്സ് സംഘം 3 ദിവസമായി ദൗത്യ സംഘത്തിനൊപ്പമുണ്ട്. വെറ്റിനറി ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വയ്ക്കാനായി വനത്തിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ 1 മണിക്ക് നമ്മുടെ വാർത്ത തുടങ്ങി 1:17 വരെ ഈ പറഞ്ഞ വനം വന്യജീവി മേഖല വാർത്തകൾ മാത്രമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളും അതിന് മുമ്പ് ദിവസങ്ങളൊക്കെ അതേ അവസ്ഥ തന്നെയായിരുന്നു. അത് അത്രത്തോളം ആ മേഖലയിൽ ഒരു വനം അല്ലെങ്കിൽ ആ മേഖലയിലെ ജനം വന്യജീവി സംഘർഷം എന്ന് പറയാൻ കഴിയില്ല. ഏകപക്ഷീയമായി ഈ മൃഗങ്ങൾ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ അത്രത്തോളം പെരുകുന്നു നാട്ടിൽ എന്നുള്ളതാണ് ആ വാർത്താ ആധിക്യത്തിൻ്റെ കൂടി കാരണം. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് പുതിയ തലത്തിലേക്ക്. കേരള സർവകലാശാല സെനറ്റ് യോഗം റദ്ദാക്കിയേക്കും. VC റിപ്പോർട്ടിന് ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. ചാൻസലർ ഇത് സംബന്ധിച്ച നിയമോപദേശം തേടി.
സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവവികാസങ്ങൾ വിശദീകരിക്കാൻ VC മോഹനൻ കുന്നുമ്മൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനിടെ ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ ക്രിമിനൽ പ്രയോഗവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനിടയിലായിരുന്നു പരാമർശം. ക്രിമിനലുകളോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. This is violation of the law. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be Education Minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. ആ ക്രിമിനൽ പരാമർശമൊക്കെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. ഒരു മന്ത്രിക്കെതിരെയൊക്കെ ക്രിമിനൽ എന്ന പരാമർശമൊക്കെ നടത്തുന്നത് ശരിയാണോ എന്ന് ഗവർണർ ആലോചിക്കട്ടെ. കേരളത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടുകയാണ് ഗവർണർ എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുറ്റപ്പെടുത്തി. അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോ ചാൻസലർ എന്തായാലും പ്രോട്ടോകോൾ അനുസരിച്ച് വൈസ് ചാൻസലറേക്കാൾ മുകളിലാണല്ലോ. ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത്. നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്ന കേരളത്തിൻ്റെ ഇതുവരെ സമാർജിച്ച നേട്ടങ്ങളെയൊക്കെ ഇകഴ്ത്തി പറയുക നിരന്തരം ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് കേരളത്തിനോട് എത്ര താല്പര്യം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. വിവരങ്ങളുമായി VA ഗിരീഷ്. ഗിരീഷ്, അത്തരത്തിൽ വാവുട്ട പരാമർശങ്ങൾ ഗവർണർക്ക് പുതുമയല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുകയാണ് ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായാലും ആ സെനറ്റ് യോഗം, അതിലെ സംഘർഷം, അതിലെ തർക്കം, പോരിൻ്റെ പുതിയ തലം തുറക്കുകയാണ്. ഗിരീഷ്, ഹാഷ്മി, ഈ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗവർണർ സർക്കാർ പോര് കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ സ്വാഭാവികമായും ഇത് നാളെ വലിയ ചർച്ചയിലേക്ക്, വലിയ വിവാദത്തിലേക്ക് ഒക്കെ പോകുന്നതാണ്. നേരത്തെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെ സമാനമായ ചില പദപ്രയോഗങ്ങൾ ഗവർണർ നടത്തിയിരുന്നു. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ നിയമപരമായും നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരും നീങ്ങുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ രാജ്ഭവനിൽ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ മുൻപിൽ സെനറ്റിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും അദ്ദേഹം ഗവർണർക്ക് കൈമാറും. ഏത് സാഹചര്യത്തിലാണ് ഈ പ്രമേയം നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം ഗവർണർക്ക് കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും സെനറ്റ് യോഗം റദ്ദാക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിന് ശേഷമാകും ഗവർണർ അന്തിമ തീരുമാനമെടുക്കുക. ഈ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഒപ്പിടേണ്ടത് VC-യാണ് താൻ ചുമതലപ്പെടുത്തിയതെന്ന് ഗവർണർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ രാജ്ഭവനിൽ ലഭിച്ചിരിക്കുന്ന മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നത് പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഗവർണർ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. ഇതേപ്പറ്റി അദ്ദേഹം നിയമോപദേശവും തേടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മിനിറ്റ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഈ സെനറ്റിൽ നടന്ന സംഭവവികാസങ്ങളുടെയും പേരിൽ സെനറ്റ് യോഗം റദ്ദാക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ട്. ഇതിനുശേഷം പുതിയ സെനറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പുതിയ നോമിനിയെ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ രാജ്ഭവൻ തീരുമാനിക്കുക. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം അന്തിമമായി നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും ഇതിലേക്കൊക്കെ ഇപ്പോൾ ഗവർണർ കടക്കുക. ഏതായാലും ഗവർണർ ഈ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും ഇപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിട്ടുണ്ട്. 11 പേർ ഒപ്പിട്ട ഒരു നിവേദനവും അദ്ദേഹത്തിന് ഇപ്പോൾ അവർ സമർപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു അജണ്ടയ്ക്ക് മാത്രമായി, അതായത് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് മാത്രമായി ചേർന്ന ഒരു യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇതിൽ ഒരു പ്രമേയം പാസ്സാക്കുക എന്നുള്ളത് യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ്. എന്നാൽ സർക്കാരാകട്ടെ ആക്റ്റും ചട്ടങ്ങളും നോക്കി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷയായതിൽ യാതൊരു അപാകതയുമില്ല. സെനറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരും വിശദീകരിക്കുന്നത്. ഏതായാലും സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയമായും നിയമപരമായുമുള്ള പുതിയ വിവാദങ്ങളിലേക്കും നിയമക്കുരുക്കിലേക്കും ഇത് ചെന്നുപെടുക തന്നെ ചെയ്യും. ഹാഷ്മി, ഗിരീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് ഇപ്പോൾ ക്രിമിനൽ പരാമർശമാകുമ്പോൾ സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും. അതപ്പോൾ അങ്ങനെ വീണ്ടും കാര്യങ്ങൾ വഷളാകുമോ എന്നറിയില്ല. സമാധാനം പുലരട്ടെ എന്ന് മാത്രമല്ല ആഗ്രഹിക്കാൻ കഴിയൂ.
നിഷാദ് പറയുകയാണ്, ഹാഷ്മി ഞങ്ങളുടെ പുൽപ്പള്ളിക്കാരുടെ ഒരു പരമ്പര ചെയ്യാവോ, ഒരുപാട് വിഷമങ്ങളുണ്ട് പറയാൻ പ്ലീസ് എന്ന് പറയുകയാണ്. ഉറപ്പായും ഈ അവസ്ഥയിൽ അത്തരമൊരു പരമ്പരയ്ക്ക് എല്ലാവിധ സാങ്കത്യവും ഉണ്ട്, അത് പരിഗണിക്കാവുന്നതാണ്. കെ സി ചാക്കോ മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലുക, അതാണ് ദൈവത്തിൻ്റെ നിയമം, അതാണ് നടപ്പിലാകേണ്ടതെന്ന് പറയുന്നുണ്ട്. അരവിന്ദാമന പറയുന്നു, വൈൽഡ് ആനിമൽസ് കൂടുന്നതിൻ്റെ റീസൺ ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡ് ബയോളജി ടെക്സ്റ്റ് ഒന്നുകൂടെ എടുത്ത് പഠിക്കുന്നത് നല്ലതാകും എന്ന് പറയുകയാണ്. ഇച്ചു പറയുന്നു വേറൊരു പ്രശ്നം കേട്ടോ, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടിച്ച് കാഴ്ചബംഗ്ലാവിലിടണം, എന്നിട്ട് നാട്ടിലെ തെരുവുനായ്ക്കളെ പിടിച്ച് അതിന് കഴിക്കാൻ കൊടുക്കണം, അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. ഇച്ചു പറഞ്ഞിരിക്കട്ടെ, മൃഗസ്നേഹികളും മെനയാകാതൊന്നും കേൾക്കണ്ട, പണിയിട്ടു. വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടപ്പാകും എന്നല്ല എന്ന് മുഖ്യമന്ത്രി. തീരുമാനം വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് പരിശോധിക്കുകയാണ്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സിന്റെ തുടർച്ചയായുള്ള ആദ്യ മുഖാമുഖം പരിപാടിയിൽ കോഴിക്കോട് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോളേജ് വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ മുഖാമുഖം. വിദേശ സർവകലാശാല ഗവർണർ വിഷയങ്ങൾ പരാമർശിക്കാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നും വിദേശത്തുള്ള വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ആമുഖ പ്രസംഗം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 2000-ഓളം വിദ്യാർത്ഥികൾക്കായിരുന്നു മുഖാമുഖം പരിപാടിയിലേക്ക് ക്ഷണം. ഇതിൽ 60 പേർക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചു. വിദ്യാർത്ഥികളിൽ നിന്ന് നൂതന ആശയങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ആശങ്കകളും അഭിപ്രായങ്ങളും തേടുകയുമാണ് മുഖാമുഖം പരിപാടിയുടെ ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MLA മാർ, VC മാർ, ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് പ്രഖ്യാപനം നടത്തിയത്. RSP സംസ്ഥാന സമിതി ഏകകണ്ഠമായാണ് പ്രേമചന്ദ്രനെ തീരുമാനിച്ചതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി സഖാവ് NK പ്രേമചന്ദ്രനെ വീണ്ടും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികഞ്ഞ ആത്മാഭിമാനത്തിൽ നിന്ന്, അഭിമാനബോധത്തിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2 ടേമിൽ അദ്ദേഹം കൊല്ലത്തെ പ്രതിനിധീകരിച്ചു. രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് ഒരു MP-യുടെ പ്രവർത്തനം എങ്ങനെയാകണം എന്ന് അദ്ദേഹം ഈ കാലയളവിൽ തെളിയിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ വിരുന്നുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദമുണ്ടാക്കിയെന്നും ന്യൂനപക്ഷ വോട്ടുകളാണ് ലക്ഷ്യമെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. തികച്ചും അനൗപചാരികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിന് ആധാരമല്ലാത്തൊരു കാര്യത്തെ പർവ്വതീകരിച്ച് ഇവിടെ നേരത്തെ പാർട്ടി സെക്രട്ടറി ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്, ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ കടന്നാക്രമണമാണ്. അതുതന്നെയാണ് 2019 അവർ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചത്. അത് ഇപ്രാവശ്യവും ആവർത്തിക്കുന്നു. സലിം മാലിക്കാണ് വാർത്തയുടെ വിവരണം ചെയ്യുന്നത്. സലിം, കൊല്ലത്ത് UDF-നും RSPക്കും NK പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു പേര് ആലോചനയിൽ പോലുമില്ല, അതുകൊണ്ട് അപ്രതീക്ഷിതമേ അല്ല അല്ലേ? ഹാഷ്മി, ഉറപ്പായും അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UDF സ്ഥാനാർത്ഥിയായി വരിക NK പ്രേമചന്ദ്രൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ മാത്രം ബാക്കിയായിരുന്നു വേണ്ടിയിരുന്നത്. അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ കൊല്ലത്ത് ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം NK പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു പേര് നിലവിലെ സാഹചര്യത്തിൽ UDF-ന് കൊല്ലത്ത് ആലോചിക്കേണ്ടത് കൂടിയില്ല. കാരണം മണ്ഡലത്തിലെ ജനകീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയാവും. മുൻപ് 2 തവണയും വലിയ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വിജയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ UDF-ന് മുൻപിലുണ്ട്. അതുകൊണ്ട് അത് RSP സംസ്ഥാന സമിതി യോഗം ചേർന്ന് അതിൽ ഒരു പ്രഖ്യാപനത്തിന്റെ തീയതി എടുത്തു. അത് ഇന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണുള്ളത്. അതേസമയം UDF ഈ സീറ്റ് വിഭജനം ഔദ്യോഗികമായി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസ് ജോസഫിന്റെയും ഒപ്പം RSPയുടെയും ആദ്യത്തെ നിലപാട്. പക്ഷേ ഈ ഏകോപന സമിതി യോഗം ചേരാൻ വൈകുന്നതും ഒപ്പം ഈ 3ാം സീറ്റിൽ വിഷയത്തിൽ ഇപ്പോഴും അതൊരു ധാരണ എത്താതെ തുടരുന്നതും മൂലം അത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ബാധിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് RSP ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം
പ്രഖ്യാപനത്തിലേക്ക് കടന്നത്. നാളെ തന്നെ പ്രചരണ പരിപാടികളിലേക്ക് കൂടി ആരംഭിക്കും. ഇതിനോടകം തന്നെ കൊല്ലം മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ പ്രവർത്തകർ ഉയർത്തി സ്ഥാനാർത്ഥി വലിയ ആവേശത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ ഇത് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്കുള്ള 5ാം അംഗമാണ്. 1996-ലും 98-ലും ഇടതുമുന്നണിയിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. അതിനുശേഷം പിന്നീട് 2000-ൽ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് നോമിനേറ്റ് ചെയ്തു പോയി. അതിന് പിന്നാലെ 2014-ൽ UDF-ൽ എത്തിയതിനു ശേഷം മത്സരിച്ചു, വിജയിച്ചു. 2019-ൽ വീണ്ടും മറ്റൊരു മത്സരമുണ്ടായി, അതിലും വിജയിച്ചു. ഈ 2 സന്ദർഭങ്ങളിലും വലിയ കരുത്തരായിരുന്നു എതിരാളികൾ. 2014-ൽ MA ബേബിയും 2019-ൽ അതിനുശേഷം KN ബാലഗോപാലും എതിർ സ്ഥാനാർത്ഥികളായി വന്നു. അപ്പോഴും എല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ 2024-ലേക്ക് എത്തുമ്പോൾ LDF-ൽ പ്രധാനമായും കൊല്ലത്ത് ചർച്ചയാവുന്ന പേര് M മുകേഷിന്റേതാണ്. M മുകേഷ് അല്ല ആര് സ്ഥാനാർത്ഥിയായി വന്നാലും വലിയ വിജയ പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ തമ്മിലല്ല, അതിനപ്പുറത്തേക്ക് 2 ആശയങ്ങൾ തമ്മിൽ മുന്നണിയുടെ ഒരു മത്സരമാണുള്ളത്. ഒരു കടുത്ത രാഷ്ട്രീയ മത്സരമായിരിക്കും ഉണ്ടാവുക എന്ന് NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നു. ആ നിലയിൽ എന്തായാലും UDF കൊല്ലം ജില്ലയിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഷിബു ബേബി ജോണിന്റെയും ഒപ്പം NK പ്രേമചന്ദ്രന്റെയും ഒക്കെ വാക്കുകളും ആ നിലയിൽ തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഹാഷ്മി. സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നുണ്ട് NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ UDF-നും RSPക്കും NK പ്രേമചന്ദ്രനും മാത്രമേ ഉള്ളൂ കൊല്ലത്തെ ഒരേ ഒരു സ്ഥാനാർത്ഥി ആലോചന. അത് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തുകയാണ്. എറണാകുളം, ചാലക്കുടി, മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഒറ്റ പേരിലേക്ക് എത്താനുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയും MLA-മാരും ഉൾപ്പെടുന്നതാണ് CPIM സ്ഥാനാർത്ഥി പട്ടിക. ജനകീയ മുഖങ്ങളെ പരീക്ഷിച്ച് പരമാവധി സീറ്റ് നേടുകയാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെ തന്നെ കളത്തിലിറക്കിയേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് ആറ്റിങ്ങലിലും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിലും മത്സരിച്ചേക്കും. പൊതുസ്വതന്ത്രൻ എന്നാണ് ചർച്ചയെങ്കിലും എറണാകുളത്ത് ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടിയിൽ മുൻമന്ത്രി രവീന്ദ്രനാഥിനാണ് സാധ്യതയെങ്കിലും മറ്റു ചില പേരുകളും പരിഗണിക്കുന്നുണ്ട്. മലപ്പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള നവാസ്, VP സാനു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. പൊന്നാനിയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു. ഈ മാസം 27-ന് CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. കോട്ടയത്തേക്ക് പോയാൽ അവിടെ LDF UDF സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചാണ് ഫ്രാൻസിസ് ജോർജ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. പള്ളികൾ കേന്ദ്രീകരിച്ച് വോട്ട് തേടുന്ന തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. ആ സമയം കോട്ടയം സീറ്റിൽ BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കും എന്ന് കേൾക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് കൂടി എത്തിയതോടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഫ്രാൻസിസ് ജോർജ് കടന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനതയാണ്. ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ, ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞായറാഴ്ച കഴിയുന്നത്ര ദേവാലയങ്ങളിൽ ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. കഴിഞ്ഞ ദിവസം KM മാണിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് തോമസ് ചാഴിക്കാടൻ പ്രചരണം ആരംഭിച്ചത്. LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാനാണ് NDA-യുടെയും നീക്കം. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കുമെന്നാണ് വിവരം. 24 കോട്ടയം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ടിംഗ് ശതമാനം കൂടുമെന്ന് പറയുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയോധ്യ രാമക്ഷേത്രം അനുകൂല ഘടകമാണ്. UDF-ന്റെ ബലഹീനതയാണ് LDF-ന്റെ ശക്തി. കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് UDF-ന് കിട്ടില്ലെന്നും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്നും പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ. 18 സീറ്റോ 19 സീറ്റോ കഴിഞ്ഞ പ്രാവശ്യം UDF-ന് കിട്ടി എന്നത് വന്നുകൊണ്ട് അസംബ്ലിയിൽ നമുക്ക് കിട്ടിയോ? ആ വ്യത്യാസം UDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടുമവർക്ക്, പക്ഷേ മുഴുവൻ കിട്ടും. ഈ ഭരണത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ അനുസരിച്ച് അവർക്ക് വോട്ട് എല്ലാം കിട്ടി ജയിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് BJP-ക്കാർ പറയുന്നുണ്ടല്ലോ. രാമക്ഷേത്രം പണിതതിൻ്റെ ആ അലയൊലികൾ ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിലെല്ലാം ഇന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കെല്ലാം കിട്ടുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ഭാവന അനുസരിച്ചും അവരവർക്ക് അനുകൂലമായി നമുക്ക് വ്യാഖ്യാനിക്കാം.
ലില്ലി ചോളിയിൽ പറയുന്നത് വന്യജീവികൾ പെരുകുന്നത് മാത്രമല്ല കടുത്ത വേനലിൽ ഭക്ഷണം, ജലം എന്നിവയുടെ കുറവ് എന്നിവ കൂടിയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഫണ്ട് കുറവായിരിക്കും, പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അനിവാര്യമാണ്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അടിയന്തരമായി ശാശ്വത പരിഹാരത്തിലേക്ക് പോകണം. ഇനിയും മനുഷ്യരെ കുരുതി കൊടുക്കാൻ നമുക്കവിടെ ആളില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. 3 ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ചൂട് കൂടും. സാധാരണ താപനിലയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാണ് 4 ഡിഗ്രി എന്ന് അത്യാവശ്യം നല്ല ചൂടാണ്, നല്ല കൊടുംചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൊള്ളുന്നൊന്നും ചൂടേ അല്ല എന്ന് പറയുകയാണ് കാലാവസ്ഥാ വകുപ്പ്, പറയാതെ പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് സിറോ മലബാർ സഭ. ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണം എന്നതാണ് പ്രധാന ആവശ്യം. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തണമെന്നും EWS മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം എന്നുമാണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന മറ്റു നിർദ്ദേശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിൽ നിലപാട് തുറന്നു പറയുകയാണ് സിറോ മലബാർ സഭ. ക്രൈസ്തവരുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നാണ് പ്രധാന ആവശ്യം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ മാനദണ്ഡങ്ങളിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് സിറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ആവശ്യം. സംസ്ഥാനത്തെ വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്ന നിർദ്ദേശവും സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിലെ വനം, വന്യജീവി നിയമങ്ങൾ മനുഷ്യപക്ഷത്തു നിന്ന് മാത്രമേ നടപ്പാക്കാവൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ മനുഷ്യവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാകും പരിഗണന ഉണ്ടാവുകയെന്ന മുന്നറിയിപ്പാണ് സിറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 24 കൊച്ചി. മലയാളത്തിൽ പഠിക്കാനാണോ വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ വരേണ്ടത്? വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോകുന്നതിൽ പ്രധാന കാരണം ഭാഷാ പ്രശ്നമാണ്. അക്ഷരത്തെറ്റില്ലാതെ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്ന മാഷന്മാർ കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് അധ്യാപനമാനാണ് ഞാൻ. അങ്ങനെയുള്ള മാഷന്മാർ കേരളത്തിലൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പം കേരളത്തിൽ നിന്ന് മാത്രമല്ലെന്നേ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്. അത് രാജ്യവ്യാപകമായുള്ള ഒരു പ്രതിഭാസമാണ്. അത് ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല, പഞ്ചാബൊക്കെ കഴിഞ്ഞ് 3ഓ 4ഓ കേരളം ആ ലിസ്റ്റിലേക്ക് വരുന്നുള്ളൂ. എന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകണം എന്ന് പറയുന്നതല്ല. എന്താണ് കാരണം, എന്താണ് പരിഹാരമാർഗം എന്നത് പക്ഷേ ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രതിഭാസമല്ല എന്ന് പറയുകയായിരുന്നു. അവിടെ നേരത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ പ്രതികരണത്തിന് മന്ത്രി ആർ ബിന്ദു മറുപടി പറയുന്നത്, ഇരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറയാനില്ല. ആ ബോധ്യമില്ലാത്തവർ ചെയ്യുന്നതിന് മറുപടി പറഞ്ഞാൽ അതേ നിലവാരത്തിലാകും. തൻ്റെ നിലവാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലുള്ളവരെ മുഴുവൻ ഗവർണർ ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണ്. മാധ്യമങ്ങൾ വിവാദങ്ങൾക്ക് പിന്നാലെ പോകരുത്, ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ല ഗുണനിലവാരമുള്ളതാണ് എന്നൊക്കെ പറയുകയാണ്. ഓക്കെ. എറണാകുളം കളക്ട്രേറ്റിൽ തീപിടുത്തം. GST ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്നാണ് തീ പടർന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, എന്താണ് തീപിടുത്ത കാരണം? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഹാഷ്മി, തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കളക്ടറേറ്റിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന GST ഓഫീസിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഓഫീസിന്റെ ഒരു ഭാഗത്തേക്കാണ് തീപിടുത്തം ഉണ്ടായത്. ഈ പ്രിന്റിംഗ് മെഷീനിൽ നിന്ന്, ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്ന് തീ പടർന്നു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തക്ക സമയത്ത് തന്നെ അവിടെ എത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പലതരത്തിലുള്ള നിർണായകമായിട്ടുള്ള ഫയലുകളും രേഖകളും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഓഫീസാണ്. പക്ഷേ കൃത്യസമയത്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ തീ പടരാനും ഒപ്പം വലിയൊരു ആപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനും ഒക്കെ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അവർ കൃത്യസമയത്ത് എത്തി ആ തീ പൂർണ്ണമായും ഇപ്പം കെടുത്തിയിരിക്കുകയാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന GST ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത്. ഒരു ഭാഗത്തേക്ക് ഈ മെഷീൻ സൂക്ഷിച്ചിരുന്ന ചുമരും ഒപ്പം തന്നെ ആ ഭാഗത്തേക്കും പൂർണ്ണമായും തീ കത്തിയിട്ടുണ്ട്. ഇനി അതിനെ സംബന്ധിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ ഏത് തരത്തിലാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ മെഷീനിൽ നിന്നാണ് തീ പടർന്നതെന്നാണ്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? എന്തൊക്കെ ഫയലുകൾ കത്തിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ വരും അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. UDF-ൽ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറിഞ്ഞ ശേഷം മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറയുകയാണ് UDF നേതൃത്വം. ഉഷാ സുഹിത്ത് പറയുന്നു, ഇന്നലെ എൻ്റെ നാട്ടിലെ കുടിവെള്ള പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ സൂരജ് സജി വന്നിരുന്നു. ഇത്രയും വാർത്താ പ്രാധാന്യമുള്ള ദിവസമായിട്ടും ഇന്നലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് 24-ന്റെ കരുതലിന് 1000 നന്ദി എന്ന് പറയുകയാണ്. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ അറ്റ് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ എപ്പോഴും കൊടുക്കാറുണ്ട്. പൊതുജനം കരുതൽ പരിപാടിയിലൊക്കെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കാറുണ്ട്. അതിനിയും ആ രീതിയിൽ തുടരും. കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്, പൊതുജനമാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും എപ്പോഴും മുൻഗണന. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു,
അല്ല, ഷിബിൻ ബഷീറാണ്. ഹാഷ്മിയാണോ നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു സുരേഷിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു വിഷസ് അറിയിക്കുക. ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു സുരേഷ്, നമ്മുടെ മിടുക്കനായ റിപ്പോർട്ടറാണ് കേട്ടോ. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ചൂട് കൂടും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, അപ്പോൾ കടുത്ത ചൂടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് അല്ലേ? തീർച്ചയായും ഹാഷ്മി, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കടുത്ത വേനൽ ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് 3 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തേക്കാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ കോഴിക്കോട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം കണ്ണൂരും തിരുവനന്തപുരത്തും 36 ഡിഗ്രി വരെ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ പകൽ സമയങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. നേരത്തെ ആരോഗ്യ വകുപ്പും സംസ്ഥാനത്തെ വേനൽ ചൂടിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 11 മണി മുതൽ 3 മണി വരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം. ശരീരത്തിൽ കൂടുതൽ സമയം വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശം. ഒപ്പം അമിത അളവിൽ വെള്ളം കുടിക്കണമെന്ന ഒരു മാർഗനിർദ്ദേശം കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനായി വാട്ടർ ബില്ല് അടക്കമുള്ള സജ്ജീകരണങ്ങൾ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കനക്കാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആരോഗ്യ വകുപ്പിന്റെയും കാലാവസ്ഥാ വകുപ്പിന്റെയും മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നതാണ് അധികൃതരുടെ നിർദ്ദേശം. ഹാഷ്മി. MG പ്രതീക്ഷയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ചൂട് കൂടും എന്ന് പറഞ്ഞാൽ 3-4 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം നല്ല ഗംഭീരമായ ചൂടിലേക്ക്, വല്ലാത്ത ചൂടിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതിന് തുടർച്ചയിൽ വരൾച്ചയൊക്കെ വരുമോ? ഇപ്പോൾ നമുക്ക് കാലാവസ്ഥയുടെ എക്സ്ട്രീം അവസ്ഥകൾ നമുക്ക് പുതുമയല്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്കെന്നാണ് സൂചന. കമൽനാഥിനും നവജോത് സിംഗ് സിദ്ധുവിനും പിന്നാലെ മനീഷ് തിവാരിയും പാർട്ടി വിടുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മനീഷ് തിവാരിയുടെ ഓഫീസ് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം 7 കുടുംബങ്ങളുടെ മുന്നണി എന്ന് BJP ദേശീയ കൗൺസിലിൽ അമിത് ഷാ വിമർശിച്ചു. മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും BJPയിലേക്കെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് കോൺഗ്രസ് MP മനീഷ് തിവാരിയെ പറ്റിയുള്ള വാർത്തകളും പ്രചരിച്ചത്. BJPയിലെ നേതാക്കളുമായി തിവാരി ചർച്ച നടത്തിയെന്നും ഉടൻ കോൺഗ്രസ് വിടുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. മനീഷ് തിവാരി BJPയിലേക്ക് പോകില്ലെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും MPയുടെ ഓഫീസ് വ്യക്തമാക്കി. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമോ എന്നതിൽ കമൽനാഥ് ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. ഡൽഹിയിൽ തുടരുന്ന സാഹചര്യത്തിൽ കമൽനാഥ് BJP ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ കോൺഗ്രസിനുള്ളിലെ പോര് മുറുകുന്നതിനിടെ നവജോത് സിംഗ് സിദ്ധുവും പാർട്ടി വിട്ടേക്കുമെന്നാണ് വിവരം. അതിനിടെ അഴിമതിക്കാരുടെ സഖ്യമാണ് ഇന്ത്യ മുന്നണിയെന്ന് BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിമർശിച്ചു. आजादी के दूसरे दिन होनी चाहिए थी, परंतु जब तक कांग्रेस रही, जब तक इंडिया अलायंस वाले रहे, इसकी कल्पना भी नहीं की. मोदी जी ने गुलाम. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർണായകമാണ് വരും ദിവസങ്ങൾ. 24 ഡൽഹി. അരവിന്ദ് താമര പറയുന്നുണ്ട്, മസനഗുഡി, മുത്തങ്ങ ഇങ്ങനെയുള്ള റിസർവ്ഡ് ഫോറസ്റ്റ് മേജർ ടൂറിസ്റ്റ് സ്പോട്ടാകുന്നു. ഹണ്ട് ചെയ്യാൻ സൈലൻസ് വേണം. കാറിൻ്റെ ഓണടി കേട്ടാൽ ഹണ്ടിങ് പറ്റില്ല. ഇതൊരു റീസൺ അല്ലേ? അല്ലെങ്കിലും ഹണ്ടിങ് രാജ്യത്ത് നിയമവിരുദ്ധമല്ലേ? ഹണ്ടിങ് നിയമവിരുദ്ധമായ ചുരുക്കം ചില രാജ്യങ്ങളൊന്നാണ് നമ്മുടെ രാജ്യം. എനിക്ക് ബാക്കി രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. സിംഗപ്പൂർ ഉണ്ടെന്ന് എൻ്റെ അറിവിലുണ്ട്. പക്ഷേ വന്യമൃഗങ്ങൾ ഇത്രത്തോളം പെരുകിയിട്ടും ഹണ്ടിങ് ഇപ്പോഴും നിരോധനത്തിൽ നിർത്തിയിരിക്കുന്ന രാജ്യം മറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതടക്കം കാലോചിതമായ നിയമത്തിലെ പരിഷ്കാരങ്ങൾ വേണം എന്നുകൂടി നമ്മുടെ ചർച്ചയിലൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. ക്രിമിനൽ പരാമർശത്തിൽ ഗവർണർക്ക് മറുപടിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഇരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറയാനില്ല. ആ ബോധ്യമില്ലാത്തവർ ചെയ്യുന്നതിന് മറുപടി പറഞ്ഞാൽ അതേ നിലവാരത്തിലേക്ക് താഴുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തിലുള്ളവരെ മുഴുവൻ ഗവർണർ ക്രിമിനലുകളാക്കി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനം പറയുന്നു മന്ത്രി ആർ ബിന്ദു. ആരെങ്കിലും അവരിയ്ക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു.
കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ചേർന്നു. സമീർ, ഗവർണറുടെ ആ ക്രിമിനൽ പരാമർശം നിലവാരം താഴ്ന്ന പരാമർശമായി പോയി എന്ന് പറയുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അല്ലേ? ഹാഷ്മി, ഗവർണർ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്താണ് ഇരിക്കുന്നത്. പക്ഷേ ആ ദൗത്യവും അദ്ദേഹത്തിൻ്റെ ആ മഹത്വവും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അത്തരത്തിൽ നിലവാരം ഇല്ലാത്ത ചില പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ അവനവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തെ സംബന്ധിച്ച് ധാരണയില്ലാത്തവർക്ക് മറുപടി പറയാൻ താനില്ല. അങ്ങനെ മറുപടി പറഞ്ഞാൽ ആ ഒരു നിലവാര തകർച്ച തനിക്കുണ്ടാവും. തൻ്റെ നിലവാരം അങ്ങനെ എഴുതി കാണിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടിയാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമുണ്ടായിരുന്നു. ആ വിവാദത്തിൽ മന്ത്രിക്ക് ഇത്തരത്തിലുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ നിയമപരമായിട്ട് കഴിയില്ല. നിയമവിരുദ്ധമായാണ് മന്ത്രി അത്തരം ഒരു യോഗത്തിൽ പങ്കെടുത്തത് എന്നാണ് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് ഇന്ന് രാവിലെ തന്നെ മന്ത്രി ആർ ബിന്ദു മറുപടി നൽകി. തനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടോ എന്ന് തനിക്ക് നല്ല ബോധ്യതമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സംശയം ഗവർണർക്കുണ്ടെങ്കിൽ ആ നിയമവശം ഗവർണർ പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഗവർണറോടുള്ള ചോദ്യങ്ങൾക്കാണ് ക്രിമിനലുകൾക്ക് തനിക്ക് മറുപടിയില്ല എന്നുള്ള ഒരു പരാമർശം വരുന്നത്. ആ പരാമർശത്തിലാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, അതുപോലെ SFI പ്രവർത്തകർ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ക്രിമിനലുകൾ എന്നാണ് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേരളത്തെ ഒന്നടങ്കം ക്രിമിനലുകൾ എന്നാണ് ആ വ്യക്തി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഏതൊക്കെ വിധത്തിലാണ് ഇരിക്കുന്നതെന്നും അവനവൻ്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇരിക്കുന്ന ഇരിപ്പിടത്തെ സംബന്ധിച്ചുള്ള ധാരണയില്ലാത്തവർക്ക്, ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ സ്ഥാനത്തെയും താൻ ഇരിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ആ പദവിയെയും ഇകഴ്ത്തി കാണിക്കാൻ താൻ ഒരുക്കമല്ല എന്നുള്ള കാര്യമാണ് മന്ത്രി ആർ ബിന്ദു പ്രതികരിക്കുന്നത്. ഹാഷ്മി. സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ പുതിയ ഏറ്റുമുട്ടൽ, പിന്നെ അതിൻ്റെ തുടർച്ചയിൽ ഗവർണർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതങ്ങനെ വാക്പോരായി തുടരും. അധികം വാക്പോര് മുന്നോട്ട് പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ സമാധാനം പുലരട്ടെ. ആലത്തൂർ 37 ഡിഗ്രി ചൂടുണ്ടെന്ന് അഷ്റഫ് തസ്ലീം പറയുന്നുണ്ട്. അപ്പോൾ ആലത്തൂരും പാലക്കാടൊക്കെ ചൂട് കൂടും, കൂടിയ കടുത്ത ചൂടായിരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ. ലില്ലിച്ചോളിൽ പറയുന്നത് 3 ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ അടിയും വഴക്കും പരിഹാസങ്ങളും ഏറ്റ് ഇംഗ്ലീഷ് പഠിച്ചിട്ടും കാലം കാത്തുവച്ചിരുന്ന വിധി ജർമ്മൻ സംസാരം ജീവിക്കാനാണ്. ഇംഗ്ലീഷ് എന്നാലും ഒരു തേർഡ് ഭാഷയെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ഏത് ഭാഷയാണ് നല്ലതാണല്ലോ അല്ലേ? ആറംബി നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും. നാളെ രാവിലെ 10:15 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. 2012 മെയ് 4 ആറംബി സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരൻ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും CPIM നേതാവ് P മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ KK രമയും നൽകിയ അപ്പീലുകളിലാണ് നാളെ നിർണായക വിധി വരിക. FIR-ൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പ്രതികളുടെ വാദം. P മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിന് പിന്നിൽ CPIM ഇടപെടലുണ്ടെന്ന് KK രമയും വാദിക്കുന്നു. നാളെ രാവിലെ 10:15 ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകളിൽ വിധി പറയുന്നത്. വടകരക്കടുത്ത് വള്ളിക്കാട് വെച്ചാണ് 2012 മെയ് 4 RMB സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPIM വിട്ട് ഒഞ്ചിയത്ത് RMB എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPM-കാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിചാരണയ്ക്ക് ശേഷം 2014 11 പ്രതികളെ ജീവപര്യന്ത തടവിനും ഒരാളെ 3 വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPIM നേതാവായ P മോഹൻ ഉൾപ്പെടെ 24 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. 24 കൊച്ചി. അപ്പോൾ നാളെ വരാൻ പോകുന്ന സുപ്രധാനമായ വിധിയാണ്. കാത്തിരുന്ന് കാണാം എന്താകും അപ്പീൽ വിധിയെന്ന്. ദിനേശ് ഹരിപ്പാട് പറയുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി, ഫുഡ് അടിച്ചു? ഇല്ലേട്ടാ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഇവിടെ നല്ല നാടൻ ചിക്കൻ വറുത്തരച്ച് വെച്ചതും മോരുകറിയും കക്ക ഇറച്ചിയും കൂട്ടി ഉഗ്രൻ ലഞ്ച് തയ്യാറാണ്. ഓടിവാ, SKനെയും കൂട്ടിക്കോ എന്ന് പറയുകയാണ്. ചുമ്മാ സമയം 1:53 വിശപ്പുണ്ട്, വെറുതെ കൊതിപ്പിക്കൽ. ഒരു എന്തായാലും വരും. ചേട്ടൻ ഇപ്പോൾ കഴിക്കുക, നന്നായിട്ട് കഴിക്കും. വിലവർധന നടപ്പാക്കിയെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തുന്നത് വൈകും. കരാറുകാരുടെ ബഹിഷ്കരണത്തെ തുടർന്ന് 6 ഇനങ്ങൾക്കായി പ്രസിദ്ധീകരിച്ച ടെൻഡർ പിൻവലിച്ചു. 250 കോടിയെങ്കിലും ലഭിക്കാത്ത ലേലത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കരാറുകാർ. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച ഉത്തരവിന് പിന്നാലെ സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. ഇതിനായി ഫെബ്രുവരി 13 സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചു. ഇത് സപ്ലൈകോയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിരുന്നു.
അരി, പയർ, പഞ്ചസാര, മുളക്, മല്ലി തുടങ്ങി 6 ഇനങ്ങൾക്കായിരുന്നു ടെൻഡർ. 20 വരെ ഈ ടെൻഡറിലൂടെ ലേലത്തിൽ പങ്കെടുക്കാമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ 5 ദിവസം കഴിഞ്ഞിട്ടും കരാറുകാർ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ സപ്ലൈകോ തന്നെ ടെൻഡർ പിൻവലിച്ചു. കുടിശ്ശിക തുകയിൽ 250 കോടിയെങ്കിലും ലഭിക്കാതെ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് കരാറുകാർ. ഓണത്തിനും ക്രിസ്മസിനും പ്രത്യേക വിപണി നടത്തേണ്ട തുക പോലും കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കരാറുകാരുമായി ഇനി വീണ്ടും ചർച്ച നടത്തിയതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് സർക്കാർ നിലപാട്. ധനവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി തുക അനുവദിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. കൊല്ലം പാവുമ്പയിൽ ആൺസുഹൃത്തിനൊപ്പം മകൾ പോയതിൽ മനം നൊന്ത് മാതാപിതാക്കൾ ജീവനൊടുക്കി. സൈനികനായ ഉണ്ണികൃഷ്ണൻപിള്ള, ഭാര്യ ബിന്ദു എന്നിവരാണ് മരിച്ചത്. ഉണ്ണികൃഷ്ണപിള്ള, ബിന്ദു ദമ്പതികളുടെ ഏക മകൾ കഴിഞ്ഞ ദിവസമാണ് ആൺ സുഹൃത്തിനൊപ്പം ഇറങ്ങിപ്പോയത്. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു ഇരുവരും അമിതമായി ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ബിന്ദു തൽക്ഷണം മരിച്ചു. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഉണ്ണികൃഷ്ണപിള്ളയും മരിച്ചത്. ഇവർ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ എല്ലാം കൂടെ ഒന്നിച്ച് വാരി കഴിച്ചു. അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും. ഭാര്യ കൊണ്ടുപോകുമ്പോഴേ മരിച്ചു. കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് മരിച്ചുപോയി. ഭർത്താവിനെ ഞങ്ങൾ വല്യത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ NH ഹോസ്പിറ്റലിലോട്ട് മാറ്റി. വെന്റിലേറ്ററിലായിരുന്നു. അവിടെ ചെന്നതിന് രാത്രി 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചു. മകൾ പോയതിനുള്ള വിഷമമാണ് ജീവനെടുക്കാൻ കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണപിള്ള അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. 24, കൊല്ലം. രാജ്യത്തെ സവാള കയറ്റുമതി നിരോധനം പിൻവലിച്ച് കേന്ദ്രം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ സമിതി കയറ്റുമതിക്ക് അനുമതി നൽകി. 3 ലക്ഷം മെട്രിക് ടൺ സവാള കയറ്റുമതി നടത്താനാണ് അനുമതി. സവാളയുടെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. കയറ്റുമതി നിരോധനത്തിൽ കർഷകർ അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെ കൂടുതൽ ദിവസം സംഭരിച്ചു വെക്കാൻ കഴിയില്ല എന്ന് വ്യാപാരികളും അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമിതിയുടെ തീരുമാനം. വിപിൻ വെള്ളിയാട്ടി ചോദിക്കുകയാണ്, ആഷ്മി നമ്മളെയൊക്കെ മറന്നു, മെസ്സേജ് നോക്കുന്ന പോലും ഇല്ല. വിപിൻ്റെ മെസ്സേജ് നമ്മൾ കണ്ടില്ലല്ലോ. രാജലക്ഷ്മി, ഹാഷ്മി അർബാബ് എന്നാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്ന് ഈ നമ്മുടെ ഇവിടുന്ന് പ്രവാസികൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ വിസ ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അറബി ഉണ്ടാവുമല്ലോ. അറബിക്കാണ് അർബാബ് എന്ന് പറയുന്നത് എൻ്റെ അറിവ് കേട്ടോ. അത് ഒന്ന് നേരത്തെ ബഷീർ ഒന്ന് പറഞ്ഞു. അർബാബ് എന്ന് കൃത്യം എന്താണെന്ന് പറഞ്ഞുതരാമോ? കർഷക സംഘടനകളുമായുള്ള കേന്ദ്ര സർക്കാരിന് നിർണായക ചർച്ച ഇന്ന് വൈകിട്ട്. കേന്ദ്രം കർഷകർക്ക് വേണ്ടി പുതിയ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. വൈകിട്ട് 6 മണിക്ക് ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് കർഷകരുമായുള്ള 4ാം വട്ട ചർച്ച. കഴിഞ്ഞ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിർദ്ദേശങ്ങളുമായാണ് വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. അർജുൻ മുണ്ടെ ഉൾപ്പെടെ 3 കേന്ദ്രമന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുക്കും. സമിതി രൂപീകരണത്തിൽ കർഷക സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി മറ്റു നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കും. നിർദ്ദേശങ്ങൾ സ്വീകാര്യമായാൽ മാത്രമേ കർഷകർ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഇന്നത്തെ ചർച്ചയിൽ ഏറെ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കർഷകർ. അതേസമയം പരാജയപ്പെട്ടാൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് ട്രാക്ടറുകളുമായി കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിൽ എത്തുന്നുണ്ട്. പോലീസ് സുരക്ഷാ നടപടികൾ കർശനമാക്കി. ഹരിയാനയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഹരിയാനയിലെ 7 ജില്ലകളിൽ നാളെ വരെ ഇന്റർനെറ്റ് വിലക്ക് നീട്ടി. പഞ്ചാബിലെ 20 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അടുത്ത ശനിയാഴ്ച വരെയും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24, ഡൽഹി. റീന സതീശൻ പറയുകയാണ്, ഹാഷ്മി ഓണത്തിന് എങ്ങനെയോ തട്ടിമുട്ടി ആഘോഷിനി വിഷു വരുന്നു. സപ്ലൈകോയിൽ അപ്പോഴും സാധനങ്ങളുടെ കാര്യത്തിൽ ഗോവിന്ദ ആയിരിക്കും തോന്നുന്നു. രക്ഷപ്പെടട്ടെ, സംവിധാനം രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അർബാബ് എന്ന് പറഞ്ഞാൽ ബോസ് ആണെന്ന് ഷബീർ പറയുന്നുണ്ട്. തൊഴിലുടമ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അർബാബ് എന്നതിൻ്റെ പ്രയോഗം കേട്ടോ. രാജലക്ഷ്മിയുടെ ചോദ്യത്തിനാണ് മറുപടി. പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ മറികടക്കാൻ വ്യത്യസ്ത രീതികൾ കൊണ്ട് ശ്രദ്ധേയമാണ് ശംഭു അതിർത്തി. ടൂത്ത്പേസ്റ്റ് മുതൽ പട്ടം വരെയുള്ള വ്യത്യസ്ത പ്രതിരോധ മാർഗങ്ങളാണ് കർഷകർ സ്വീകരിക്കുന്നത്. ഒരു വശത്ത് കർഷകർ, മറുവശത്ത് പോലീസ്. രാജ്യാന്തര അതിർത്തിയാണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഹരിയാന മണ്ണിലെ സേനാ വിന്യാസം. കോൺക്രീറ്റ് ബാരിക്കേഡ് തീർത്തും മുള്ളുവേലി സ്ഥാപിച്ചും സർവ്വസജ്ജമാണ് കുരുക്ഷേത്ര ഭൂമിയിലെ പോലീസ് സന്നാഹം. മറുവശത്ത് നിലയുറപ്പിച്ച കർഷകർക്കാകട്ടെ ആയുധം ട്രാക്ടറുകൾ മാത്രം. ट्रैक्टर नहीं है, ये हमारे टैंकर हैं। ये सरकार हमारे को हफ्ता होने वाला है, 13 तारीख के हम यहाँ पे बैठे हैं, पर हमारे जो हम वहाँ जाते हैं हमारे ना टायरों में गोलियाँ मार देते हैं।
ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തെ മറികടക്കാനും കർഷകർ കണ്ടെത്തിയത് വ്യത്യസ്ത രീതികൾ. ടൂത്ത് പേസ്റ്റ്, മുൾട്ടാണി മിട്ടി എന്നിവ കണ്ണീർവാതകത്തിന്റെ നീറ്റിലകറ്റാൻ മുഖത്ത് തേക്കും. പോലീസ് പ്രയോഗിക്കുന്ന കണ്ണീർവാതക ഷെല്ലുകൾ നിറഞ്ഞ ചാക്കുകൾ കൊണ്ട് മറികടക്കും. പട്ടം മുതൽ സ്വിമ്മിംഗ് ഗോഗിൾസ് വരെയാണ് കർഷകരുടെ പ്രതിരോധ തന്ത്രങ്ങൾ. പോലീസിന്റെ കോൺക്രീറ്റ് ബാരിക്കേഡുകളെ മറികടക്കാനുമുണ്ട് കർഷകരുടെ കയ്യിൽ വ്യത്യസ്ത ട്രാക്ടറുകൾ. ജീവൻ മരണ പോരാട്ടത്തിൽ മനക്കരുത്ത് മാത്രമാണ് കർഷകരുടെ കൈമുതൽ. ഇന്നത്തെ ചർച്ച കൂടി പരാജയപ്പെട്ടാൽ കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് നീങ്ങും. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. അപ്പോൾ അവരുടെ ആ സമരം അങ്ങനെ വളരെ സജീവമായി മുന്നോട്ടേക്ക് പോവുകയാണ്. വീണ്ടും ചർച്ചകൾ നടക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ തീർത്തും ന്യായമായ, താങ്ങുവിലടക്കം തീർത്തും ന്യായമായ ആവശ്യങ്ങളാണ്, പരിഹരിക്കപ്പെടട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. സണ്ണി പറയുന്നു സപ്ലൈകോ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് പോലെ റീഡിസൈൻ ചെയ്ത് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വിറ്റ് ലാഭത്തിലാക്കണം എന്ന് പറയുന്നു. അപ്പോൾ സപ്ലൈകോ രക്ഷിക്കാൻ ഒരു കടുത്ത നടപടി പറയുകയാണ് സണ്ണി ചേട്ടൻ. അനസ് കുട്ടശ്ശേരി പറയുന്നു ഹാഷ്മി, വയനാട് വിഷയത്തിൽ കേന്ദ്ര നയത്തെയും കേന്ദ്ര നിയമത്തിലുള്ള തടസ്സത്തെയും ഒന്ന് പരാമർശിക്കൂ, ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതോ കാലത്തുള്ള നിയമമാണെന്ന്, അത് ഒരു തർക്കവുമില്ല. കാര്യങ്ങൾ ഇത്ര സങ്കീർണമാകുന്നതിന് മുമ്പുള്ള പണ്ടേയുള്ള നിയമമാണ്. ആ നിയമത്തിൽ മാറ്റം ഉണ്ടാവണമെന്നതിനകത്ത് ഒരു തർക്കം ആർക്കുമില്ല. അതിനുള്ള സമ്മർദ്ദം ചെലുത്തണം. സമരമെങ്കിൽ സമരം ഒരു ജനതയുടെ പ്രശ്നമാണ്, അക്കാര്യത്തിൽ ഒരു സംശയം. പക്ഷേ നമ്മുടെ അധികാരപരിധിയിൽ നിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി നമ്മളോട് ചോദിക്കണം, അല്ലേ? കൊല്ലം കൊട്ടാരക്കരയിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും പങ്കെടുക്കുന്ന മഹാസംഗമത്തിന് തുടക്കമായി. സമ്മേളന മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെയാണ് നടക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രി J ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്കാദമിക് സെഷനുകളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 4 വിഷയങ്ങളിലാണ് അക്കാദമിക് സെഷനുകൾ നടക്കുക. ജില്ലയിലെ പരിപാടികളായിട്ട് ജില്ലയിലെ MLA-മാരെ MP-മാരെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്കുള്ള പരിപാടികളാണ്. അത് ആ സമാപന സമ്മേളനം വളരെ വിപുലമായിട്ടുള്ള തരത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ രാവിലെ നടക്കുന്ന പ്രതിനിധി സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തുന്നതിനുള്ള മഹാത്മാ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും. ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികളും ഫുഡ് കോർട്ടും വിപണനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 50-ൽ പരം സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 24 കൊല്ലം. സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. പറവൂർ കൊട്ടക്കാവ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ തർക്കത്തെ തുടർന്ന് കുർബാന നിർത്തിവെച്ചു. സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികൾ വൈദികനെ തടഞ്ഞതോടെയാണ് തർക്കമുണ്ടായത്. ജനാഭിമുഖ കുർബാന തുടരുന്ന പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന വേണമെന്ന ആവശ്യവുമായാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചത്. കുർബാന അർപ്പിക്കാനെത്തിയ വികാരി ജോസ് പുതിയേടത്തിനെ തടഞ്ഞു. അതേസമയം ജനാഭിമുഖ കുർബാന തുടരണമെന്ന ആവശ്യം ഒരു വിഭാഗം വിശ്വാസികൾ ഉന്നയിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് വിശ്വാസികൾ തമ്മിൽ സമവായത്തിലെത്തുന്നതുവരെ കുർബാന നിർത്തിവെക്കുന്നതായി വികാരി ജോസ് പുതിയേടത്ത് അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം കോടതിയിലെത്തിയതോടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേരിട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ആശാവി പറയുകയാണ് മെസ്സേജ് അയച്ച് മടുത്തു, ഒരു മെസ്സേജ് വായിക്കാറില്ല. ജോലി ടൈമിൽ ആരും കാണാതെയാണ് ഫോൺ എടുത്ത് മെസ്സേജ് ഇടുന്നത്, വായിക്കുന്നില്ല എന്ന് പറയുകയാണ്. അയ്യോ, ജോലി ടൈം റിസ്ക് എടുത്ത് ഇപ്പോൾ എന്താണ് ഫോൺ ജോലി സമയത്ത് ഫോൺ എടുത്ത് മെസ്സേജ് ചെയ്യുന്നതിന് റിസ്ക് ആണെങ്കിൽ ചെയ്യരുത്. ഇതാ വായിച്ചിരിക്കുന്നു. അമൽ പറയുന്നു ഹാഷ്മി ചേട്ടാ, കോഴിക്കോട് 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ മുന്നറിയിപ്പുണ്ട്, പുറത്തിറങ്ങാൻ തോന്നുന്നു. വേണ്ട കേട്ടോ, വേണ്ട ഇപ്പോൾ പുറത്തിറങ്ങാണ്ട്, ഇപ്പോൾ നല്ല നട്ടുച്ച സൂര്യനാണ്, വൈകിട്ട് പുറത്തിറങ്ങാം. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ 329 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കണ്ടെത്തൽ. ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. നാടിനെ നടുക്കിയ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചതായാണ് കണ്ടെത്തൽ. 322 വീടുകൾ, 4 സർക്കാർ ഓഫീസുകൾ, 3 സ്വകാര്യ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കേടുപാടുകൾ പറ്റി. ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 4ഓളം വീടുകൾ വാസയോഗ്യമല്ലെന്നും കണ്ടെത്തലുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തമുഖത്ത് റവന്യൂ അധികാരികളും ഫയറും പോലീസും മറ്റ്
വില്ലേജും അതുപോലെ തന്നെ നഗരസഭയും അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു. പക്ഷേ അതിനുശേഷം കഷ്ടനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വളരെയേറെ വൈകുകയും ഇത്രയും ദിവസമായിട്ടും ഈ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരിടക്കാല ആശ്വാസം എത്തിക്കുവാനോ ഗവൺമെന്റ് മെഷീനറിക്ക് കഴിഞ്ഞിട്ടില്ല. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. കളക്ടർ സർക്കാരിന് സമർപ്പിക്കും. അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കേസിൽ ഇനിയും 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. ക്ഷേത്രം ഭാരവാഹികളിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. 24 കൊച്ചി. അഞ്ജു മാത്യു പറയുകയാണ്, വയനാട്ടിലെ കാടുകളുടെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. തേക്കുമരം മാത്രം നിൽക്കുന്ന കാടുകൾ, പച്ചപ്പെന്നൊന്നും എവിടെയും കാണാനില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ദീർഘവീക്ഷണമില്ലായ്മ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയണം. അഞ്ജു മാത്യു പറയുന്നു. അഞ്ജു മാത്യു വയനാട്ടുകാരിയാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ അവിടുത്തെ വരെ സംസാരിക്കുമ്പോൾ തേക്കുമരത്തിൻ്റെ കാര്യം, കണിക്കൊന്നകളുടെ കാര്യം, അക്കേഷ്യകളുടെ കാര്യം, സ്വകാര്യ തോട്ടങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ വെറുതെ അങ്ങനെ ചർച്ചയിൽ പറഞ്ഞു പോയാൽ പറ്റില്ല. അത് കൃത്യമായി പഠിക്കണം. അത് എന്താണ് പരിഹാരമെന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് അടിയന്തരമായി ചെയ്യണം. എന്നതിനപ്പുറം ബാക്കി കാര്യങ്ങൾ കേന്ദ്രത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യാം. ആഷ്മി, മമ്മൂക്കയുടെ ഭ്രമയുഗം കണ്ടോ? അമേസിംഗ് പടമാണ്. ഞാൻ ഇന്നലെ രാത്രിയാണ്. ഇത് അസാധ്യ പടമാണ്. ഒരു നിവൃത്തിയിലെന്നാണ് ഒരു നിവൃത്തിയിൽ അസാധ്യ പടം. മമ്മൂട്ടി പൊളിച്ച്. തൃശൂർ കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 കടകളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടത്തി. മോഷ്ടാവിനായി പോലീസ് ഊർജിതാന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണ പരമ്പര അരങ്ങേറിയത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഗാന്ധി ഭവന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. 4 കടകളിൽ കവർച്ചാ ശ്രമം നടന്നതായും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. കുന്നംകുളം ജനസേവാ കേന്ദ്രത്തിലായിരുന്നു ആദ്യം മോഷണം നടന്നത്. ഇവിടുത്തെ CCTV ക്യാമറ തകർത്ത നിലയിലാണ്. സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന സൂചനകളും പോലീസിന് ലഭിച്ചു. 1-ലധികം ആളുകൾ മോഷണത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 തൃശൂർ. BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. नई ऊर्जा, नया उमंग, नया उत्साह, नया विश्वास, नए जोश के साथ काम करने का है. आज 18 फरवरी है और इस कालखंड में जो युवा 18 वर्ष के पड़ाव पर पहुंचे हैं वो देश की 18वीं लोकसभा का चुनाव करने वाले हैं. अगले 100 दिन हम सबको जुट जाना है. हर नए वोटर तक पहुंचना है, हर लाभार्थी तक पहुंचना है, हर वर्ग, हर समाज, हर पंथ, परंपरा, सब लोगों के पास पहुंचना है. हमें सबका विश्वास हासिल करना है. और जब सबका प्रयास होगा तो देश की सेवा के लिए सबसे ज्यादा सीटें भी बीजेपी को ही मिलेगी. और आज कल मुझे पदाधिकारियों के साथ बैठने का अवसर मिला. कल दोपहर से आप सबके साथ बैठने का अवसर मिला. मैं नड्डा जी को और उनकी पूरी टीम को और आप सबको बधाई देता हूं. जब मैं पदाधिकारियों की बैठक में साल भर के काम का रिपोर्टिंग सुन रहा था, मैं सचमुच में इतना प्रभावित हुआ कि भाजपा के कार्यकर्ता सत्ता में रहने के बावजूद भी समाज के लिए इतना करते हैं, दिन रात दौड़ते हैं, संकटों के बीच भी करते हैं.
और सिर्फ भारत मां की जय के लिए करते हैं। ये 2 दिन भी जो चर्चा हुआ, विचार विमर्श हुआ है, देश के उज्जवल भविष्य के लिए हमारे संकल्प को दृढ़ करने वाली हर बातें हुई है। मैं इस भव्य आयोजन के लिए प्रेरक विषयों के लिए आप सबको भी, देश भर के कार्यकर्ताओं को भी नड्डा जी के माध्यम से सबका अभिनंदन करता हूं। साथियों, आज मैं समस्त देशवासियों की तरफ से संत शिरोमणि आचार्य श्री 108 पूज्य विद्यासागर जी महाराज को श्रद्धापूर्वक, आदरपूर्वक नमन करते हुए श्रद्धांजलि देता हूं। उनके संलेखन समाधिस्थ होने की सूचना मिलने के बाद उनके अनुयायी शोक में हैं, हम सभी शोक में हैं। और मेरे लिए तो यह एक व्यक्तिगत क्षति जैसा है। वर्षों तक मुझे व्यक्तिगत रूप से अनेक बार उनसे मिलने का, उनके दर्शन करने का, उनके मार्गदर्शन प्राप्त करने का अवसर मिला है। कुछ ही महीने पहले ऐसा ही मन कर गया था, मेरे प्रवास कार्यक्रम को बदल करके बहुत सुबह सुबह मैं उनके पास पहुंच गया था। तब पता नहीं था कि मैं दोबारा उनके दर्शन नहीं कर पाऊंगा। ये मेरा सौभाग्य रहा है कि पिछले 50 से भी ज्यादा वर्षों से मुझे देश के गणमान्य आध्यात्मिक मूर्तियों के निकट रहने का, उनके आशीर्वाद पाने का अवसर रहा है। और इसलिए मैं उस आध्यात्मिक जगत की उस शक्ति को भलीभांति जानता हूं, समझता हूं, अनुभव करता हूं। आपको सुनकर के आश्चर्य होगा कि वे तो दिगंबर परंपरा से थे। उनका जीवन कैसा होता है हम जानते हैं, लेकिन शायद ही कोई ऐसी महत्वपूर्ण घटना ऐसी नहीं होगी या मेरी तरफ से कुछ महत्वपूर्ण किसी काम में मेरा संबंध आया हो, 24 घंटे के भीतर भीतर उसका एनालिसिस करके मुझे उनका संदेश आता था। यानी कितने जागरूक थे। और अपनी विराट आध्यात्मिक यात्रा और उसके बाद भी वो हम सबको हमेशा प्रेरणा देते रहे हैं। जीवन भर उतनी सौम्यता के साथ उनका लोगों को मिलना, उन्होंने हमारे युवाओं को परंपराओं से जोड़ा, गरीबों तक शिक्षा और स्वास्थ्य की सुविधाएं पहुंचाई। उनका पूरा जीवन
उस व्यक्ति के लिए प्रेरणा जैसा है जिसने गरीबों और वंचितों के लिए काम करने का संकल्प लिया है। आज जब भारत प्रगति के पथ पर आगे बढ़ रहा है, मुझे विश्वास है कि उनके सिद्धांत और उनका आशीर्वाद ऐसे ही भारत भूमि को प्रेरणा देता रहेंगे। साथियों, पिछले 10 वर्षों में भारत ने जो गति हासिल की है, बड़े लक्ष्यों को प्राप्त करने का जो हौसला पाया है, यह अभूतपूर्व है साथियों। और इसलिए नहीं कि मैं कह रहा हूं, दुनिया गाजे बाजे के साथ बोल रही है। भारत ने आज हर क्षेत्र में जो ऊंचाई हासिल की है, उसने हर देशवासी को एक बड़े संकल्प के साथ जोड़ दिया है। और ये संकल्प है विकसित भारत का। अब देश न छोटे सपने देख सकता है और देश न अब छोटे संकल्प ले सकता है। सपने भी विराट होंगे, संकल्प भी विराट होंगे। और ये हमारा सपना भी है, हम सबका संकल्प भी है कि हमें भारत को विकसित बनाना है। और इसमें अगले 5 वर्षों की बहुत बड़ी भूमिका होने जा रही है। अगले 5 साल में भारत को पहले से भी कई गुना तेजी से काम करना है। अगले 5 साल में हमें विकसित भारत की तरफ एक लंबी छलांग लगानी है। लेकिन भाई और बहनों, सारे लक्ष्यों की प्राप्ति के लिए पहली शर्त है सरकार में भाजपा की जोरदार वापसी। आज विपक्ष के नेता भी एनडीए सरकार 400 पार के नारे लगा रहे हैं। और एनडीए को 400 पार कराने के लिए भाजपा को 370 का माइलस्टोन पार करना ही होगा। साथियों, कई बार लोग मुझसे कहते हैं मुझे कहते रहते कि अरे मोदी जी, आपने इतना तो सब कुछ कर लिया, जो बड़े बड़े संकल्प आपने लिए वो तो पूरे कर लिए, अब क्यों इतनी भागदौड़ करनी। साथियों, पूरा देश मानता है 10 साल का बेदाग कार्यकाल और 25 करोड़ लोगों को गरीबी से बाहर निकालना ये सामान्य उपलब्धि नहीं है। पूरा देश मानता है हमने देश को महाघोटालों और आतंकी हमलों के खौफ से मुक्ति दिलाई है। पूरा देश मानता है हमने गरीब और मिडिल क्लास का जीवन बेहतर करने का प्रयास किया है। लेकिन जो लोग सोचते हैं कि बहुत हो गया, ऐसा सोचने वालों को मैं एक पुरानी घटना जरूर बताना चाहूंगा।
एक बार एक बहुत बड़े नेता मुझे मिले मेरे प्रधानमंत्री पद के दूसरे कार्यकाल पे। റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകൻ അലക്സി നവൽനിയുടെ മരണത്തിൽ പുടിന് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം. മരണത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. എതിർശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന പുടിന്റെ പതിവ് ശൈലിയാണ് നവൽനിയുടെ മരണത്തിന് പിന്നിൽ എന്നാണ് ആരോപണം. യുക്രൈനിൽ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ഗനി പ്രിഗോഷിൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് 2023-ൽ. മോസ്കോയിലേക്ക് പടനയിച്ചതിനെ തുടർന്നാണ് പുടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പ്രിഗോഷിൻ ഉൾപ്പെട്ടത്. അക്കോഡിസ്കോ എന്ന പാട്ടിലൂടെ പുടിനെ വിമർശിച്ച ദിമിത്രി സ്വിർഗുനോവിന്റെ അപകടമരണം 35-ാം വയസ്സിൽ 2023 മാർച്ച് മാസത്തിൽ വോൾഗ നദി മുറിച്ചു കടക്കുമ്പോൾ കൊടും ശൈത്യത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ വിമർശിക്കുകയും യുക്രൈന് പിന്തുണ നൽകുകയും ചെയ്ത വ്യവസായി ഡാൻ റാപ്പോപോർട്ടിനെ 2022 ഓഗസ്റ്റിൽ വാഷിംഗ്ടണിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മരണം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ആത്മഹത്യയെന്നായിരുന്നു റിപ്പോർട്ട്. പുടിന്റെ കടുത്ത വിമർശകനും പാർലമെന്റ് അംഗവും വ്യവസായിയുമായിരുന്ന പാവൽ ആന്റോവിനെയും സഹയാത്രികൻ വ്ളാദിമിർ ബിറ്റനോവിനെയും ഒഡീഷയിലെ ഹോട്ടലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2022 ഡിസംബറിൽ. ഹോട്ടൽ മുറിയുടെ ജനലിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. കടുത്ത പുടിൻ വിരുദ്ധനായിരുന്ന പ്രതിപക്ഷ നേതാവ് ബോറിസ് നെംസോവ് യുക്രൈനിൽ അധിനിവേശം നടത്തി ക്രെംലിൻ പിടിച്ചെടുത്ത റഷ്യയുടെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾക്കു നൽകിയ അഭിമുഖത്തിൽ പുടിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ ബോറിസ് നെംസോവ് 2015-ൽ മോസ്കോയിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചു. പുടിന്റെ അടുത്ത സുഹൃത്തും ശതകോടീശ്വരനുമായിരുന്ന ബോറിസ് ബെറസോവ്സ്കിയും പുടിനുമായുള്ള ബന്ധം പിന്നീട് വഷളായി. പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ പുടിൻ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരായിരുന്നു ബെറസോവ്സ്കി. 2013-ൽ ബെറസോവ്സ്കിയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന് റിപ്പോർട്ട്. റഷ്യൻ സർക്കാരിനെതിരെ മനുഷ്യാവകാശ കേസുകൾ നയിച്ച അഭിഭാഷകൻ സ്ലാനിസ്ലേവ് മാർക്കലോവിനെ 2009 ജനുവരിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ അക്രമി കൊലപ്പെടുത്തി. റഷ്യൻ ജേർണലിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അന്ന പോളിറ്റ്കോവ്സ്കായ ഓഫീസിൽ വെടിയേറ്റു മരിച്ചതും പുടിൻ വിമർശകനായ അലക്സാണ്ടർ ലിറ്റ്വിനെങ്കോ പൊളോണിയം വിഷം അകത്തുചെന്ന് മരിച്ചതും 2006-ലാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ പുടിൻ വിമർശകരൊക്കെ നാൾക്ക് നാൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആകസ്മികമായി മരിക്കുകയാണ്. അത് സ്വാഭാവിക മരണമെന്ന് പുടിൻ പറയുകയാണ്. അന്വേഷണമൊക്കെ നടക്കുമോ ദൈവത്തിനറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ആ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.